ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. बाइसाइकिल थीव्स नामक फिल्मी लेखन की कथा किसने लिखी है? അതിന്റെ ആൻസർ ആണ് വരുൺ ഗ്രോവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, दूसरे विश्व युद्ध के बाद इटली कैसे है? അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇറ്റലി എങ്ങനെയായിരുന്നു? ഗരീബി और उदासी धूप की तरह पूरे देश में छाई हुई थी. അതായത് പട്ടിണിയും സോറോനസും, ഉദാസി മീൻസ് സോറോനസ് അല്ലെങ്കിൽ വിഷമങ്ങളും വെയില് പോലെ, ധൂപ് കി തരഹ എന്ന് പറഞ്ഞാൽ വെയില് പോലെ എല്ലായിടത്തും പരന്നിട്ടുണ്ടായിരുന്നു. അന്തോണിയോ കഹാൻ കെ രഹനെ വാലെ തെ? അന്തോണിയോ ഏത് രാജ്യത്താണ് ജീവിച്ചിരുന്നത്? റോമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, അന്തോണിയോക്കോ ക്യാ ചാഹിയെ ത? അന്തോണിയോക്ക് എന്തായിരുന്നു ആവശ്യം? നോക്കറി, ഒരു ജോലിയായിരുന്നു അന്തോണിയോക്ക് ആവശ്യം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നോക്കറി മിൽനെ കെ ലിയെ ക്യാ ഹോന ജറൂരി താ? അതായത് ഒരു ജോലി ലഭിക്കണമെങ്കിൽ എന്തായിരുന്നു അത്യാവശ്യം? സൈക്കിൾ വേണമെന്നത് അത്യാവശ്യമായിരുന്നു. സിക്സ്ത് ക്വസ്റ്റ്യൻ, അന്തോണിയോ സൈക്കിൾ കേസേ മില? അന്തോണിയോക്ക് തന്റെ സൈക്കിൾ എങ്ങനെയാണ് കിട്ടിയത്? ഉസ്കി പത്നി മരിയ अपने घर के सामान बेचकर സൈക്കിൾ കെ പൈസ ജുട്ടാത്തി തി? അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയായ മരിയ തന്റെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വിറ്റിട്ട് സൈക്കിളിന് വേണ്ടിയുള്ള പൈസ കൂട്ടി വെക്കുകയായിരുന്നു. സെവൻത് ക്വസ്റ്റ്യൻ, അന്തോണിയോ കോ കാം കെ പെഹ്ലെ ദിൻ ക്യാ ഹുവ? അതായത് അന്തോണിയോ ജോലിക്ക് കയറിയ ഫസ്റ്റ് ഡേ എന്താണ് സംഭവിച്ചത്? കാം കെ പെഹ്ലെ ദിൻ ഉസ്കാ സൈക്കിൾ ചോരി ഹോ ഗയ? അതായത് ജോലിക്ക് കയറിയ ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ സൈക്കിൾ ആരോ മോഷ്ടിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് വൺ, എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. അന്റോണിയോ കിസ്കെ സാത്ത് അപ്നി സൈക്കിൾ കോച്ചിനെ ഗയ? അന്റോണിയോ ആരുടെ കൂടെയാണ് തന്റെ സൈക്കിൾ കണ്ടുപിടിക്കാനായി പോയത്? അപ്പോൾ അതിന്റെ ആൻസർ അപ്നെ ബേട്ട ബ്രൂണോ കെ സാത്ത്, തന്റെ മകനായ ബ്രൂണോയുടെ കൂടെയാണ് അദ്ദേഹം സൈക്കിൾ തേടി പോയത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, നയൻത് ക്വസ്റ്റ്യൻ, പിതാ ഓർ പുത്ര ക്യോം ഹതാശ് ഹോ ഗയെ? അതായത് അച്ഛനും മകനും എന്തുകൊണ്ടാണ് നിരാശരായത്? എന്റെ ആൻസർ ആണ് ക്യോംകി ഉസ്കാ സൈക്കിൾ നഹി മില, കാരണം അവരുടെ സൈക്കിൾ കിട്ടിയില്ല. 10th ക്വസ്റ്റ്യൻ, ബ്രൂണോ കെ ലിയെ യെ കേസേ അനുഭവ ഥാ? ബ്രൂണോയ്ക്ക് ഇത് എങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു? ബിഖർത്തി മാനവത കാ പെഹ്ല അനുഭവം, അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യങ്ങളുടെ ആദ്യത്തെ അനുഭവമായിരുന്നു ബ്രൂണോയ്ക്ക് ഇത്. 11th ക്വസ്റ്റ്യൻ, അന്തമേം സടക് കെ കിനാരെ അന്തോണിയോ ക്യാ ദേഖ്താ ഹെ? അതായത് അവസാനം റോഡിന്റെ അറ്റത്ത്, റോഡിന്റെ സൈഡിലായിട്ട് അന്റോണിയോ എന്താണ് കണ്ടത്? ഏക് ലാവാരിസ് സൈക്കിൾ, ആരോരും ഇല്ലാത്ത ഒരു സൈക്കിളാണ് കണ്ടത്. അന്തോണിയോക്കോ ക്യാ പതാ ഹെ? അന്തോണിയോക്ക് എന്താണ് അറിയാമായിരുന്നത്? ഉസ്കോ പതാ ഹെ കി ചോരി ബുരി ചീസ് ഹെ? അദ്ദേഹത്തിന് അറിയാമായിരുന്നു മോഷണം എന്നുള്ളത് ഒരു വളരെ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അന്തോണിയോ 13th ക്വസ്റ്റ്യൻ ആണ്. അന്തോണിയോ ക്യാ കർനെ കി കോശിഷ് കർത്തെ ഹെ? അന്തോണിയോ സൈക്കിൾ ചുരാനേക്ക് കോശിഷ് കർത്തെ ഹെ? അതായത് അവിടെ അന്തോണിയോ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? അന്തോണിയോ അവിടെ ഒരു സൈക്കിൾ മോഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14th ക്വസ്റ്റ്യൻ ആണ്. ബ്രൂണോ ഓർ അന്റോണിയോ കെ സംബന്ധ് മേം കോൺസി ഭാവനയും ചിലക്തി ഹെ? അതായത് ബ്രൂണോയും അന്റോണിയോയും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് വികാരങ്ങളാണ് പ്രതിഫലിക്കുന്നത്? അതിന്റെ ആൻസർ ആണ് പിതാ പുത്ര കെ ബീച്ച് വിശ്വാസ് ഓർ സംഘർഷ കി ഭാവനയും. അതായത് അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹം, വിശ്വാസം, സംഘർഷം എന്നീ വികാരങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 15th ക്വസ്റ്റ്യൻ, സൈക്കിൾ ചുരാനെ കെ ബാദ് ക്യാ ഹോത്തെ ഹെ? വേ പക്കടെ ജാത്തെ ഹെ? അതായത് സൈക്കിൾ മോഷ്ടിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? എന്റെ ആൻസർ ആണ് അദ്ദേഹം പിടിക്കപ്പെടുന്നു. 16th ക്വസ്റ്റ്യൻ, സൈക്കിൾ കെ മാലിക് അന്തോണിയോക്കോ ക്യാ സസ ദേത്തി ഹെ? അതായത് സൈക്കിളിന്റെ ഉടമസ്ഥൻ അന്തോണിയോക്ക് എന്ത് ശിക്ഷയാണ് നൽകുന്നത്? അതിന്റെ ആൻസർ ആണ് ഉസ്കെ ഹാലത് ദേക്കർ ഉസേ ജാനെ ദേത്തെ ഹെ? അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തെ വെറുതെ വിടുന്നു. 17th ക്വസ്റ്റ്യൻ, അന്തിം ദൃശ്യമേം ക്യാ ഹോത്തെ ഹെ?
അതായത് അവസാന ഭാഗത്ത് നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്, ഈ ഫിൽമി ലേഖന്റെ അവസാന ഭാഗത്ത് എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അന്തോണിയോ ഓർ ബ്രൂണോ ബീഡ് കെ സാത്ത് ചൽ രഹേ ഹെ. അതായത് അന്തോണിയോയും ബ്രൂണോയും ഈ ബീഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തിന്റെ ഒപ്പം ചലിക്കുന്നു. ടൂട്ടേ ഹുയെ സൈക്കിൾ നെഹി. അവർ വളരെ വിഷമത്തിലാണ്. അവരുടെ കയ്യിൽ സൈക്കിൾ ഇല്ലാതെ അവർ ആ ജനക്കൂട്ടത്തിനൊപ്പം ചലിക്കുകയാണ് ചെയ്യുന്നത്. 18th ക്വസ്റ്റ്യൻ ആണ്. अंत में അന്റോണിയോ को क्या समझ में आया? അന്റോണിയോന് ഒടുവിൽ എന്താണ് മനസ്സിലായത്? ദുനിയാമേം അബീബി കരുണ ഹേ ഉമീദ് ഹേ. അതായത് ലോകത്തിൽ ഇപ്പോഴും പ്രതീക്ഷയും അനുകമ്പയും ബാക്കിയുണ്ടെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. 19th ക്വസ്റ്റ്യൻ. ബൈസൈക്കിൾ തീവ്സ് കഹാനി ഹമേം ക്യാ പഠാത്തി ഹെ. അതായത് ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു ഫിൽമി ലേഖൻ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? സഹി ഓർ ഗലത് की परिभाषा, ഇതിഹാസ് का पाठ, യുദ്ധ की असली चेहरा और एक परिवार का महत्व. അതായത് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയും തെറ്റും സംബന്ധിച്ചിട്ടുള്ള നിർവചനം, ചരിത്രത്തിന്റെ ഒരു പാഠം, യുദ്ധത്തിന്റെ യഥാർത്ഥമായ മുഖം, പിന്നെ കുടുംബത്തിന്റെ പ്രാധാന്യം, ഇവയെല്ലാമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഫിൽമേം കേസെ ഹോത്തെ ഹെ. സിനിമകൾ എങ്ങനെയുള്ളവയാണ്? ഫിൽമേം ജിത്തനെ ഹസ്നെ യാ मन बहलाने के लिए होती है उतना ही दिल तोड़ने और रुलाने के भी होते हैं. സിനിമകൾ നമ്മുടെ ഹൃദയങ്ങളെ എങ്ങനെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ തകർക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നു. 21st ക്വസ്റ്റ്യൻ. ഫിൽമേ കഹാനി കെ മദദ് സെ ക്യാ കർത്തി ഹെ. അതായത് സിനിമകൾ അവയുടെ കഥകളിലൂടെ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഹം കിത്തനെ കംസോർ ഹെ, താക്കത്വർ ഹെ, സംവേദനാശീൽ ഹെ, ഫൂഹഡ് ഹെ, ബദ്തമീസ് ഹെ, ലേക്കിൻ ഹം അക്കേല നഹി ഹെ. അപ്പോൾ അതിന്റെ ആൻസർ ഇതാണ്. നമ്മൾ വളരെ ദുർബലരും ശക്തരും വളരെ സെൻസിറ്റീവായവരും വളരെ പരുഷരും ആണ്. പക്ഷെ ഇവയൊക്കെ ആണെങ്കിലും നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നാണ് സിനിമകൾ അവയുടെ കഥകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഫിൽമേം ഹമേം ക്യാ സിഖാത്തി ഹെ. 22nd ക്വസ്റ്റ്യൻ ആണ്. ഫിൽമേം ഹമേം ക്യാ സിഖാത്തി ഹെ. അതായത് സിനിമ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഉടനാ സിഖാത്തി ഹെ ഹമേം കിസി നെയ് പതംഗ് കി തരഹ്. അതായത് ഒരു പട്ടം പോലെ, ഒരു പുതിയ പട്ടം പോലെ അത് നമ്മെ പറക്കാൻ പഠിപ്പിക്കുന്നു. കഹാനി കാ മുഖ്യ സന്ദേശ് ക്യാ ഹെ. അതായത് ഈ കഥയുടെ പ്രധാന സന്ദേശം എന്താണ്? 23rd ക്വസ്റ്റ്യൻ ആണ്. കഹാനി കാ മുഖ്യ സന്ദേശ് ക്യാ ഹെ. അതിന്റെ ആൻസർ ആണ് यह कि कठिन परिस्थितियों में भी इंसान को ईमानदारी और मानवता बनाए रखनी चाहिए. അതായത് ഏത് ദുഷ്കരമായ സാഹചര്യത്തിൽ പോലും മനുഷ്യർ സത്യസന്ധതയും മനുഷ്യത്വവും നിലനിർത്തണം എന്നതാണ് പറയുന്നത്. ഇനി അടുത്തത് 24th ക്വസ്റ്റ്യൻ ആണ്. ബിഖർത്തി മാനവദാസെ ക്യാ ആശയ ഹെ. അതായത് തകരുന്ന മനുഷ്യത്വം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? कठिन परिस्थितियों में इंसान का ईमानदारी और സഹാനുഭൂതി സെ ദൂർ ഹോ ജാന. അതായത് ഏതൊരു സാഹചര്യം, ഏതൊരു കഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യം, ദുഷ്കരമായ സാഹചര്യത്തിൽ പോലും ഒരു വ്യക്തിയുടെയും സത്യസന്ധതയും അനുകമ്പയും നഷ്ടപ്പെടുന്നു എന്നതാണ് ആ ഒരു വാക്യത്തിന്റെ ആശയം. അപ്പൊ ഇത്രയാണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ നെക്സ്റ്റ് ഇനി നമുക്ക് ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് നോക്കാം. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗരീബി ഓർ ഉദാസിക്ക് തുലന ധൂപ് സെ കി ഹെ ക്യോ. അതായത് ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും സൂര്യപ്രകാശവുമായി താരതമ്യം ചെയ്യുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഉപമിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ അതിന്റെ ആൻസർ ആണ് ഗരീബി और उदासी की तुलना धूप से की गई है क्योंकि युद्ध के कारण पूरे देश में गरीबी और उदासी फैली गई है. അതായത് യുദ്ധം രാജ്യത്തിനുടനീളം ദാരിദ്ര്യവും ദുഃഖവും വിതച്ചിരിക്കുന്നു. ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും സൂര്യപ്രകാശവുമായി ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നു. ജയ്സെ
धूप हर जगह फैल जाती है, हर किसी को प्रभावित करते हैं. അതായത് സൂര്യപ്രകാശം എല്ലായിടത്തും വ്യാപിക്കുകയും എല്ലാവർക്കും ഒരേപോലെ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യുന്നു. वैसे ही युद्ध से उत्पन्न गरीबी और उदासी भी पूरे देश में फैलकर समाज के हर वर्ग को प्रभावित करते हैं. അതുപോലെ തന്നെയാണ് യുദ്ധം മൂലമുണ്ടാകുന്ന ദാരിദ്ര്യവും ദുഃഖവും രാജ്യത്തിലുടനീളം വ്യാപിക്കുകയും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പണക്കാരെയെന്നില്ല പാവപ്പെട്ടവരെയെന്നില്ല ഒരേപോലെ ബാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബിഖർത്തി മാനവിത കാ താല്പര്യ ക്യാ ഹെ? അതായത് ശിഥിലമാകുന്ന മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യത്വം തന്നെ ഇല്ലാതാവുന്നു എന്നതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ബിഖർത്തി മാനവിത കാ താത്പര്യ ഹേ കി ലോഗ് അപ്നി स्वार्थपरता, लालच और कठिन परिस्थितियों में अपनी मानवीय मूल्य जैसे करुणा, ईमानदारी, संवेदनाशीलता खो देते हैं. मानव मूल्यों और आपसी सहयोग का भावना धीरे धीरे टूटने लगता है. അതായത് മനുഷ്യത്വത്തെ ശിഥിലമാക്കുക അല്ലെങ്കിൽ മനുഷ്യത്വം തന്നെ ഇല്ലാതാക്കുക എന്നതിന്റെ അർത്ഥം സ്വാർത്ഥത, അത്യാഗ്രഹം, പ്രയാസകരമായ സാഹചര്യങ്ങൾ എന്നിവ കാരണം ആളുകൾ അല്ലെങ്കിൽ മനുഷ്യർ അനുകമ്പ, സത്യസന്ധത, കരുണ എന്നിവ പോലെയുള്ള മാനുഷിക മൂല്യങ്ങൾ അവർക്ക് നഷ്ടമാകുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഈ സഹകരണത്തിന്റെ ഭാവവും എല്ലാം തന്നെ തകരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അപ്നി ഇമാൻദാരി ബൂക്ക് സെ ടക്രാനെ പർ ആപ് ക്യാ കറോगे? അതായത് ഇത് നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളുടെ സത്യസന്ധത വിശപ്പുമായി കൂട്ടിയിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധതയും വിശപ്പും തമ്മിലൊരു മത്സരമുണ്ടായാൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യും? അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെ പറയാം നമുക്ക്. യദി മേരി ഇമാൻദാരി ബുക്ക് സെ ടക്രാത്തി ഹേ തോ സഹി രാസ്ത ചുന്നി കി കോശിഷ് കരൂംഗ. അതായത് എന്റെ സത്യസന്ധതയും വിശപ്പുമായി ഒരു മത്സരം ഉണ്ടായാൽ ഞാൻ അവിടെ ശരിയായ പാത തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. कठिन परिस्थितियों में भी चोरी या बेईमानी न करके मेहनत और धैर्य से समस्या को समाधान ढूंढने की ഹി ഉചിത് ഹെ. അതായത് പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും മോഷണത്തിലൂടെയോ സത്യസന്ധത ഇല്ലായ്മയിലൂടെയോ അല്ല, കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതാണ് നല്ലത്. नेक्स्ट क्वेश्चन, मुश्किल दिन है जिसका सामना करने निकलती एक भीड़ है, इसका ക്യാ താല്പര്യ ഹെ? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മുഷ്കിൽ ദിൻ ഹെ, അതായത് ഒരു ദുഷ്കരമായ ഒരു ദിവസമാണ്, ഒരു ദിനമാണ്. അതിനെ നേരിടാൻ ഇതാ ഒരു വലിയ ജനക്കൂട്ടം തന്നെയുണ്ട്. ഇതുകൊണ്ട് എന്താണ് മീൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മുഷ്കിൽ ദിൻ ഹെ ജിസ്കാ സാമന കർനെ കെ ലിയെ കർനെ നിക്കൽത്തി ഏക് ഭീഡ് ഹെ. അതായത് വീണ്ടും ഇവിടെ അത് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇതൊരു ദുഷ്കരമായ ദിനമാണ്, അതിനെ നേരിടാൻ ഒരു ജനക്കൂട്ടം ഇതാ ഇവിടെ ഫേസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. इस वाक्य का अर्थ है कि जब भी कोई मुश्किल समय या चुनौती आती है, जैसे युद्ध की हालत में हमें जहां लोग अक्सर दुविधा में होती है, लोग मिलकर उसका सामना करने के लिए आगे आते हैं. അതായത് ഒരു ജനക്കൂട്ടം, ഈ വാക്യം ഇവിടെ അർത്ഥമാക്കുന്നത് യുദ്ധം പോലുള്ള പല സമയം, യുദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് വരുന്ന ഒരു സമയങ്ങളിൽ, പ്രതിസന്ധികളിൽ, ആ ദുഷ്കരമായ സമയങ്ങളിലോ എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴോ ആളുകൾ അതിനെ ഒത്തുചേർന്ന് നേരിടാനായി പുറപ്പെടുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. लास्ट क्वेश्चन, हम अकेले नहीं हैं, इसके പ്രാസംഗികത पर വിചാർ കീജിയെ. അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല അല്ലെങ്കിൽ നാം ഒറ്റയ്ക്കല്ല എന്ന വാക്കിന്റെ പ്രസക്തിയെ കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ലേക്കിൻ സബ്സെ അച്ചി ബാത് ഹം അക്കേലെ നഹി ഹെ. അപ്പോൾ അവിടെ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ ഇത് പറയുന്നുണ്ട്, നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ദുനിയാ ഭർ में दूर दूर के देशों में ऐसे देशों में जहां लोग भाषा भी हमारी नहीं बोलते, ऐसे लोग हैं जो हमारी जैसी खुशियों में खुश रहते हैं और हमारे जैसे दुखों में टूट रहे हैं. അതായത് ഇത് നാം ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്ന ഒരു ആൻസർ ആണ് ഇവിടെ ലേഖകൻ. അതായത് ലോകമെമ്പാടും, ഈ ലോകത്ത് എവിടെയും ദൂരദേശങ്ങളിലും വിദൂരദേശങ്ങളിലും നമ്മുടെ ഭാഷ പോലും സംസാരിക്കാത്ത രാജ്യങ്ങളിൽ നമ്മളെ പോലെ തന്നെ സന്തോഷിക്കുകയും നമ്മളെ പോലെ തന്നെ ദുഃഖങ്ങളിൽ തകർന്നു പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത്. നാം ഒരിക്കലും ഒറ്റയ്ക്ക് അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. नेक्स्ट वन, ग्रामरലുള്ള प्रत्येक वाक्यों की रेखांकित शब्दों का संबंध पहचाने और वाक्य की पूर्ति करें. അതായത് ഇത് സബ്ജക്റ്റ് വെർബ് ആപ്ലിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് അന്റോണിയോ ആണ് ആൻഡ് verb is चलता है. what is he doing? the work is known as verb. അപ്പോൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അന്റോണിയോ സൈക്കിൾ ചലാത്ത ഹെ. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ. അപ്പൊ അതാണ് വേർബ്. അന്റോണിയോ ആണ് സബ്ജക്റ്റ്. മെയിൻലി ഇതിൽ പറയുന്നത് താഹെ, തീഹെ, തേഹെ, അതിൻ്റെ ആപ്ലിക്കേഷൻസും കൂടി ഇതിൽ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വണ്ണിൽ പറയുന്നത് അന്റോണിയോ ഓർ ബ്രൂണോ. അതിൽ 2 പേരുണ്ട്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ അവിടെ എന്ത് വരുന്നു? തേഹെ വരുന്നു. അതായത് ഡോണ്ട് തേഹെ, അതായത് അവർ ചെയ്യുന്ന വേർബ് അവിടെ ഡോണ്ട് തേഹെ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അന്റോണിയോ കി പത്നി മരിയ. അതായത് ഇവിടെ സബ്ജക്റ്റ് വരുന്നത് മരിയയാണ്. മരിയ സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് തന്നെ ബേച്ച് തീഹെ, അതായത് തീഹെ, അതായത് സ്ത്രീലിംഗമാണെങ്കിൽ തീഹെ വരുന്നു. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് വൺ, ബാലക് സൈക്കിൾ ഘോഷ്നെ, അവിടെ നിക്കൽന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് എഴുതേണ്ടതാണ്. നെക്സ്റ്റ് വൺ, നമൂനെ के अनुसार वाक्यों को जोड़कर लिखें. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ വേറൊന്നും ചെയ്യാനില്ല. ആ യൂസേജ്, ആ കീ മാത്രം എടുത്ത് യൂസേജ് 2 സെന്റൻസ് തമ്മിൽ കണക്ട് ചെയ്യാൻ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നമ്മൾ ആ നടുക്കുള്ള കീ യൂസ് ചെയ്യുക, 2 സെന്റൻസും എടുത്ത് എഴുതുക. അതിൽ വേറെ ഒന്നും ഡൗട്ട് വരാനില്ല. നെക്സ്റ്റ് വൺ, किसी मनपसंद सिनेमा का विशेषताओं का उल्लेख करते हुए एक ഫിൽമി ലേഖ തയ്യാർ കീജിയെ. അതായത് ഫിൽമി ലേഖൻ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫിലിമിൻ്റെയും ഫോർമാറ്റ്, ഫിൽമി ലേഖൻ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് എഴുതാം. ആദ്യം തന്നെ സിനിമയുടെ പേര്, അതിൻ്റെ ഭാഷ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഏത് ഇയർ ആണെന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. പിന്നെ അതിനുശേഷം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സിനിമ തിരഞ്ഞെടുത്തത്, പിന്നെ എന്തുകൊണ്ടാണ് ആ സിനിമയെ സവിശേഷമാക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, പിന്നെ പ്രത്യേകിച്ചും അതിൻ്റെ പ്രമേയം, അതെന്താണെങ്കിലും, സൗഹൃദമാണെങ്കിലും സ്നേഹമാണെങ്കിലും പോരാട്ടമാണെങ്കിലും ധൈര്യമാണെങ്കിലും എന്താണെങ്കിലും അതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ അതിനുശേഷം അതിൻ്റെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് പറയുക. പിന്നെ അതിൻ്റെ മികച്ച രംഗങ്ങൾ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും അവരുടെ സ്വഭാവ വിശേഷങ്ങളും, നിങ്ങളിൽ തങ്ങി നിൽക്കുന്ന സംഭാഷണങ്ങളോ ഗാനങ്ങളോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് ഇവിടെ പറയാവുന്നതാണ്. പിന്നെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, ചിരിക്കാനാണോ കരയാനാണോ, എന്താണ് നിങ്ങളുടെ പ്രചോദനം, അവ എഴുതുക. അതിനുശേഷം ഏറ്റവും അവസാനം കൺക്ലൂഷൻ എഴുതുക. കാരണം അതിൽ നിങ്ങളുടെ വ്യക്തിഗതമായ കുറിപ്പ് ചേർക്കുക. അതായത് നിങ്ങൾ വീണ്ടും കാണുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ആർക്കെങ്കിലും ശുപാർശ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ എന്ന് പറയുക. പിന്നെ നിങ്ങൾ ഇത് കൺക്ലൂഡ്
ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ അതിനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഈ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന ആ ഫിലിം തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന ആ ഫിലിം തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ പറയാണ്. സിനിമകൾ വെറും വിനോദ ഉപാധിയല്ല, സമൂഹത്തിന് യഥാർത്ഥ പ്രതിഫലനം നൽകുന്നു. വിറ്റോറിയോ ഡി സിക്ക സംവിധാനം ചെയ്ത പ്രശസ്തമായ ഇറ്റാലിയൻ ചിത്രമാണ് ബൈസൈക്കിൾ തീവ്സ്. രണ്ടാം ലോകമഹായുദ്ധാനന്തര കാലഘട്ടത്തിലെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഈ ചിത്രം ഹൃദയസ്പർശിയായി ചിത്രീകരിക്കുന്നു. ജോലിക്ക് സൈക്കിൾ ആവശ്യമുള്ള അന്റോണിയോ എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. അയാളുടെ ഭാര്യ തന്റെ ഷീറ്റുകൾ പണയം വെച്ചാണ് അയാൾക്കത് വാങ്ങുന്നത്. എന്നിരുന്നാലും ജോലി ആരംഭിച്ച് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ സൈക്കിൾ മോഷ്ടിക്കപ്പെടുന്നു. അന്റോണിയോയും ഇളയ മകൻ ബ്രൂണോയും സൈക്കിൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒടുവിൽ സാഹചര്യം വളരെ ബുദ്ധിമുട്ടതായി തീർന്നു. അയാൾ സ്വയം ഒരു സൈക്കിൾ മോഷ്ടിക്കാൻ നിർബന്ധിതനാകും. അന്റോണിയോ ആ സൈക്കിൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ചിത്രത്തിലെ രംഗങ്ങൾ ആഴത്തിൽ വൈകാരികവും യാഥാർത്ഥ്യബോധവും ഉള്ളതാണ്. പ്രത്യേകിച്ച് അച്ഛൻ മകൻ ബന്ധം പ്രേക്ഷകരെ ആഴത്തിൽ സ്പർശിക്കുന്നു. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും സമയങ്ങളിൽ ഒരു വ്യക്തിയുടെ സത്യസന്ധതയും മനുഷ്യത്വവും എങ്ങനെ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ഈ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ ബൈസൈക്കിൾ തീവ്സ് വെറും ഒരു സിനിമയല്ല, മറിച്ച് സമൂഹത്തിന്റെയും ജീവിതത്തിന്റെയും സത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വിലയേറിയ ഒരു രചന തന്നെയാണ്. പറയുന്നത് പോസ്റ്റർ മേക്കിംഗ് ആണ്. പോസ്റ്റർ മേക്കിംഗ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. आपके स्कूल के फिल्मोत्सव के में बाइसाइकिल तीव्स सिनेमा का प्रदर्शन होने वाला है, इसके लिए एक പോസ്റ്റർ തയ്യാർ കരേ. അതായത് താങ്കളുടെ സ്കൂളിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ആ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ താങ്കളോട് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിലും ആൻഡ് ആഫ്റ്റർ ദാൻ ഇൻ ഹിന്ദിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ അതിൽ മെയിൻലി ഉള്ളത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ പോസ്റ്റർ നിർമ്മിക്കുന്നത്, പിന്നെ ആ പോസ്റ്ററിന്റെ പേര്, പിന്നെ ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ, എവിടെയാണ് ഇത് പ്രദർശിപ്പിക്കുന്നത്, പിന്നെ വേണ്ടത് ആ ജസ്റ്റ് ആ സീനിനെ, ആ ഫിലിമിനെ കുറിച്ചിട്ടോ, ഫിലിം ആണെന്നുണ്ടെങ്കിൽ ആ ഫിലിമിനെ കുറിച്ചിട്ട് 2-3 വാക്കുകൾ, അതാണ് അവിടെ വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. ഓക്കെ, ബൈ.